അങ്ങനെ ഈ വർഷത്തെ ഞെള്ളൂർ പൂയം കഴിഞ്ഞു. ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പൂയം തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരിലൂടെ വന്ന് നായരങ്ങാടിക്ക് അടുത്താണ് ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. പൂയമായോണ്ട് തന്നെ ഇളനീർ അഭിഷേകത്തിനും പനിനീർ അഭിഷേകത്തിനുമാണ് ഇന്ന് പ്രാധാന്യം. ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ് കേട്ടോ. ഭക്തർ കൊണ്ടുവരുന്ന ഇളനീരും പനിനീരും ഭഗവാന് മേൽ തിരുമേനി അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കും. അമ്പലത്തിലെത്തിയ പാടെ ഞങ്ങളും ഇളനീർ അഭിഷേകത്തിന് ചീട്ടെടുത്ത് നേരെ ഉള്ളിൽ കയറി തൊഴുത് അഭിഷേകവും നടത്തി പുറത്തേക്കെത്തി. ഇനി ഒരു വർഷം പോലും മുടങ്ങാതെ എല്ലാ വർഷവും കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഈ സംഭാരത്തിൻ്റെ കൗണ്ടർ. അങ്ങനെ ഓരോ സംഭാരവും അകത്താക്കി നേരെ പുറത്തേക്ക്. കാവടി സെറ്റ് ഓരോന്നായി നിരന്നു തുടങ്ങിയിട്ടുണ്ട്. പൂയമായോണ്ട് തന്നെ ആനപ്പൂരം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കാവടികളുടെ വരവാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ പൂയമായോണ്ട് തന്നെ ഭസ്മക്കാവടി തന്നെയാണ് മുഖ്യം. ഉച്ചയോടെ തന്നെ എല്ലാ കാവടി സെറ്റും നിരക്കും. പിന്നെ ഒത്തിരി പൂക്കാവടിയും. അങ്ങനെ ഈ